പ്രിയപ്പെട്ടവരെ നമസ്കാരം. ട്രാവൽ ആൻഡ് സ്റ്റോറീസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് സഹ്യപർവ്വത മലനിരകൾക്ക് നടുവിൽ 699 ഏക്കറിൽ സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായൊരു ഭൂമിയെക്കുറിച്ചാണ്. അത് ടൂറിസം ഭൂപടത്തിലൊക്കെ ഇടം പിടിച്ചിട്ടുള്ള ഭൂമിയാണ്. എന്നാൽ ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ആ ഭൂമിയുടെ ഉത്ഭവത്തെക്കുറിച്ചും നിലവിൽ അവിടെ ജീവിക്കുന്നവരുടെ ജീവിത സാഹചര്യങ്ങളെ കുറിച്ചുമാണ്. നമുക്ക് കഥയിലേക്ക് പോകാം. തിരുവിതാംകൂർ രാജാക്കന്മാർ സഹ്യപർവ്വത മലനിരകളുടെ താഴ്വാരങ്ങളിൽ വേട്ടയ്ക്ക് പോകുമ്പോൾ വിശ്രമിക്കുന്ന സ്ഥലമായിരുന്നു ആര്യങ്കാവിനടുത്തുള്ള രാജാത്തോട്ടം. ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകങ്ങളിൽ ഒരു ബ്രിട്ടീഷ് മേലുദ്യോഗസ്ഥൻ വേട്ടയ്ക്കായി അതുവഴി പോവുകയുണ്ടായി. രാജാത്തോട്ടത്തെത്തിയ അദ്ദേഹം തൻ്റെ അനുയായികളുമായി കുറച്ചു ദൂരം മുന്നോട്ട് കാട്ടിലൂടെ സഞ്ചരിച്ചു. കുറച്ചു മൈലുകൾ താണ്ടിക്കഴിഞ്ഞപ്പോൾ അതിമനോഹരമായ ഒരു പ്രദേശത്ത് അവരെത്തിച്ചേർന്നു. തിരികെ വന്ന് മഹാരാജാവിനോട് ആ പ്രദേശം തനിക്ക് എഴുതിത്തരണമെന്നും കൃഷിയും മറ്റും നടത്തി അവിടെ മനോഹരമാക്കാമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. മഹാരാജാവ് ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ ഉടനെ തന്നെ അതിനുള്ള ഏർപ്പാടുകൾ ചെയ്തു. ആ പ്രദേശം അദ്ദേഹത്തിന് പതിച്ചു നൽകി. അദ്ദേഹം നൂറുകണക്കിന് തമിഴ്നാട്ടുകാരായ തൊഴിലാളികളുമായി വന്ന് ആ പ്രദേശത്തെ വന്യജീവികളെ ആട്ടിപ്പായിച്ച് വനം തെളിച്ച് മണ്ണ് പലവിധ പരിശോധനകൾക്ക് വിധേയമാക്കി. തേയില ഒഴിച്ച് മറ്റൊന്നും കൃഷി ചെയ്യാൻ കഴിയാത്ത ഭൂമിയായിരുന്നു അത്. അങ്ങനെ ആ പ്രദേശമാകെ തേയിലത്തോട്ടമാക്കി മാറ്റി. തോട്ടത്തിന് 4 വശത്തുമായി വഴികൾ വെട്ടി. ആ വഴി എങ്ങനെ പോയാലും കറങ്ങി ഒരിടത്തു തന്നെ എത്തിച്ചേരുന്ന നിലയിൽ സംവിധാനമൊരുക്കി. സായിപ്പും തൊഴിലാളികളും വന്യമൃഗങ്ങളെ ഉൾപ്പെടെ വേട്ടയാടി ഭക്ഷിച്ചും മറ്റും മുന്നോട്ടു പോയി. അവിടെ സ്ഥിരതാമസമാക്കിയ സായിപ്പ് കോട്ടയം സ്വദേശിനിയായ റോസ്ലിൻ എന്ന ഒരു മലയാളി വിവാഹം കഴിച്ചു. അവരും സായിപ്പിനോടൊപ്പം എസ്റ്റേറ്റിൽ താമസമാക്കി. ഇന്ത്യ സ്വതന്ത്രമായതോടുകൂടി ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ നാട്ടിലേക്ക് പോയി. കുറച്ചു നാളുകൾക്ക് ശേഷം അദ്ദേഹം മടങ്ങി വന്നുവെങ്കിലും പഴയതുപോലെയുള്ള ഒരാധിപത്യം അദ്ദേഹത്തിന് അവിടെ ഇല്ലായിരുന്നു. അദ്ദേഹം തിരികെ പോകുവാൻ തന്നെ തീരുമാനിച്ചു. തൻ്റെ പേരിലുള്ള 699.8 ഏക്കർ വരുന്ന തേയിലത്തോട്ടവും എസ്റ്റേറ്റും അദ്ദേഹം തൻ്റെ മലയാളിയായ ഭാര്യ റോസ്ലിന് എഴുതി കൊടുത്തു. അങ്ങനെ റോസ്ലിൻ അതിൻ്റെ മുതലാളിയായി മാറി. തൊഴിലാളികൾക്കവർ റോസ്ലിൻ മമ്മിയായി. അപ്പോഴേക്കും വാർദ്ധക്യത്തിലേക്ക് കടന്നിരുന്ന റോസ്ലിന് അത് നോക്കി നടത്തുന്നതിന് വലിയ പ്രയാസം നേരിട്ടിരുന്നു. 7-8 വർഷങ്ങൾക്ക് ശേഷം അവരത് പുനലൂരുള്ള MMK ബംഗ്ലാവിൽ മുഹമ്മദ് കുഞ്ഞ് സാഹിബിന് വിലയ്ക്ക് നൽകി. തെന്മല ഡാം നിർമ്മിക്കുന്നതിന് മുമ്പുള്ള കാലഘട്ടമായിരുന്നു. അന്ന് കുളത്തൂപ്പുഴ, നെടുമനക്കടവ്, മാമൂട്, പള്ളിവാസൽ വഴിയിലൂടെയായിരുന്നു ഇവിടേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരുന്നത്. തൊഴിലാളികൾ ലോറികളിൽ കയറിയാണ് സഞ്ചരിച്ചിരുന്നത്. മുഹമ്മദ് കുഞ്ഞ് സാഹിബ് ഈ ഭൂമി പല തട്ടുകളായി തിരിച്ച് ചിതറ, പാങ്ങോട്, കടയ്ക്കൽ തുടങ്ങിയ സ്ഥലങ്ങളിലുള്ള കങ്കാണിമാർക്ക് പാട്ടത്തിന് നൽകി. പിന്നീട് അവരുടെ ആധിപത്യമായിരുന്നു. പാട്ടത്തുക ലഭിക്കാതെ വന്നപ്പോൾ 1968 കാലഘട്ടത്തിൽ ഒരിക്കൽ മുഹമ്മദ് കുഞ്ഞ് സാഹിബ് പാട്ടം പിരിക്കുന്നതിനായി തൻ്റെ വാഹനത്തിൽ കുടുംബത്തോടൊപ്പം ഇവിടെ എത്തി. എന്നാൽ അദ്ദേഹത്തിന് പാട്ടത്തുക കിട്ടിയില്ല എന്ന് മാത്രമല്ല, ഭൂമിയുടെ ജന്മി എന്നുള്ള അംഗീകാരവും ലഭിച്ചില്ല. മടങ്ങിപ്പോയ മുഹമ്മദ് കുഞ്ഞ് സാഹിബ് കേരളത്തിൻ്റെ റവന്യൂ മന്ത്രിയായിരുന്ന KR ഗൗരിയമ്മയെ പോയി കണ്ടു. ഏക്കറിന് 400 രൂപ നിരക്കിൽ പണം പിന്നീട് നൽകിയാൽ മതി എന്ന വ്യവസ്ഥയിൽ പ്രസ്തുത സ്ഥലം സംസ്ഥാന സർക്കാരിന് കൈമാറി. അങ്ങനെ മുഹമ്മദ് കുഞ്ഞ് സാഹിബിൽ നിന്നും ഏറ്റെടുത്ത 699.8 ഏക്കർ സ്ഥലത്തിൽ കൊല്ലം ജില്ലയിലെ ഭൂരഹിതരായ 410 കുടുംബങ്ങൾക്ക് 455 ഏക്കർ സർക്കാർ പതിച്ചു നൽകി. ബാക്കിയുള്ള 244 ഏക്കർ സ്ഥലം വനത്തിൻ്റെ ഫലഭാഗത്തായി ചിതറിക്കിടക്കുന്നു. 1972 ആരംഭിച്ച തെന്മല ഡാമിൻ്റെ നിർമ്മാണം 1986 പൂർത്തിയായതോടുകൂടി കുളത്തൂപ്പുഴ വഴിയുള്ള പാത പൂർണ്ണമായും അടഞ്ഞു. പിന്നീട് കാട് വെട്ടി തെളിച്ചെടുത്ത പാതയാണ് ആര്യങ്കാവിൽ നിന്നും വലത്തേക്കുള്ള കൊടും വനത്തിലൂടെയുള്ള നിലവിലെ റോഡ്. റബ്ബർ പോലെയുള്ള മരങ്ങൾക്ക് വളരുന്നതിനുള്ള വളക്കൂറില്ലാത്ത മണ്ണും കൃഷിയിൽ ലാഭമില്ലാതെ വരികയും അസുഖങ്ങളോ അത്യാഹിതങ്ങളോ വന്നാൽ
കിലോമീറ്ററുകളോളം ചാക്കിൽ കെട്ടി ചുമന്നുകൊണ്ടു പോകേണ്ടുന്ന സ്ഥിതിയും കടം കയറി വിഷം കഴിക്കുന്നതുൾപ്പെടെയുള്ള സാഹചര്യങ്ങളും നിലവിൽ വരികയും അങ്ങനെ നിരവധി പേർ മരണപ്പെടുകയും കൂടി ചെയ്തപ്പോഴേക്കും ജീവിക്കാൻ മറ്റു മാർഗമില്ലാതെ സർക്കാർ നൽകിയ ഭൂമി തൊഴിലാളികൾ ഉപേക്ഷിക്കുവാൻ തുടങ്ങി. അങ്ങനെ മടങ്ങിപ്പോകുന്ന തൊഴിലാളികളിൽ നിന്നും തുച്ഛമായ വിലയ്ക്ക് പുറത്തുനിന്നുള്ള ജന്മിമാർ ഭൂമി വാങ്ങുവാൻ തുടങ്ങി. അങ്ങനെയുള്ള 58ഓളം പേർക്ക് ഇവിടെ ഏക്കർ കണക്കിന് ഭൂമിയുണ്ട്. 1993 ഉരുൾപൊട്ടിയപ്പോൾ ഇവിടെയും ഉരുൾപൊട്ടിയിരുന്നു. അതോടുകൂടി മണ്ണിന്റെ ഘടന മാറി. അതിനുശേഷം റബ്ബറും കുരുമുളകും കവുങ്ങും തെങ്ങുമെല്ലാം സമൃദ്ധമായി വളരുവാൻ തുടങ്ങി. വിവിധ ഘട്ടങ്ങളിലായി 375 പേർക്ക് പട്ടയം ലഭിച്ചു. ഇപ്പോൾ പഴയ രീതിയിലുള്ള സമൃദ്ധമായ കൃഷി വിളവെടുപ്പ് ഇവിടെയില്ല. ആയിരക്കണക്കിന് ലോഡ് കുരുമുളക് കയറ്റിവിട്ടിരുന്ന ഈ പ്രദേശത്ത് നിന്ന് നാമമാത്രമാണ് കൃഷി. തമിഴ്നാട്ടിലെ മാഞ്ചോലയും മുണ്ടൻതുറയുമായി 15 കിലോമീറ്റർ മാത്രം ദൂരമുള്ള പ്രദേശമായതിനാൽ കടുവയും പുലിയും ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾ നിരവധിയാണ്. മുൻകാലങ്ങളിൽ കർഷകർ കൃഷി സംരക്ഷിക്കുന്നതിനായി അവരവരുടെ അതിർത്തികളിൽ പെൺപട്ടികളെ കെട്ടിയിട്ട് വളർത്തുമായിരുന്നു. കാരണം പെൺപട്ടികൾ രാത്രിയിൽ ഉറക്കമില്ലാതെ കുരച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഈ പെൺപട്ടികൾ പെറ്റു പെരുകി പട്ടിമല എന്നും പറയുമായിരുന്നു. ആ അളവിലായിരുന്നു അവയുടെ വളർച്ച. എന്നാൽ ഇന്ന് പട്ടികളും നാമമാത്രമായി. അതെല്ലാം തന്നെ കടുവയ്ക്കും പുലിക്കും ഇരയായി. ഒടുവിൽ പരീക്ഷണാർത്ഥം കർഷകർ പട്ടിയെയും ആടിനെയും കെട്ടിനോക്കി. പുലികൾ ആദ്യം വന്ന് പട്ടിയെ വേട്ടയാടും. പട്ടികൾ കുറഞ്ഞു വന്നതോടുകൂടി കർഷകരുടെ ആടുകളെയും പശുക്കളെയും പിടിക്കുവാൻ തുടങ്ങി. വന്യമൃഗങ്ങളുടെ വേട്ട അസഹനീയമായപ്പോൾ മയിൽ, കുരങ്ങ്, അണ്ണാൻ തുടങ്ങിയ അമ്പോറ്റ് ജീവജാലങ്ങൾ മനുഷ്യർക്കിടയിൽ വന്ന് ജീവിക്കുവാൻ തുടങ്ങി. കറണ്ട് വേലികൾ സ്ഥാപിച്ചുവെങ്കിലും അതും താണ്ടി വേട്ടമൃഗങ്ങൾ നാട്ടിലിറങ്ങി ഇപ്പോഴും വേട്ടയാടുന്നു. എന്നാലും ഇതുവരെ മനുഷ്യരെ ആരെയും വേട്ടയാടിയതായി അറിവില്ല. കാട്ടാനകളുടെ വിഹാര കേന്ദ്രം കൂടിയാണ് ശെന്തുരുണി വനമേഖല. 2019 റീബിൽഡ് കേരള ഫണ്ടിൽ നവകിരണം പദ്ധതിയിൽ ഉൾപ്പെടുത്തി 68 കുടുംബങ്ങളെ പുനരധിവസിപ്പിച്ചു. മറ്റുള്ളവരെ പുനരധിവസിപ്പിക്കുന്നതിന് സർക്കാർ ആലോചിച്ചുവെങ്കിലും നേരത്തെ സൂചിപ്പിച്ച പുറത്തുനിന്നുള്ള കൃഷിക്കാർക്ക് ഇവിടെ ഭൂമിയുള്ളതിനാൽ അവർക്ക് കൂടി പട്ടയം നൽകണമെന്ന ആവശ്യമുയർത്തിക്കൊണ്ട് നിരവധി പ്രക്ഷോഭങ്ങളും ആക്ഷൻ കൗൺസിലുകളും രൂപീകരിക്കപ്പെട്ടു. അത് സാധ്യമല്ലാത്തതിനാൽ കാടിനോടും കാട്ടുമൃഗങ്ങളോടും പകർച്ചവ്യാധികളോടും പടവെട്ടിയ മനുഷ്യർ നല്ലൊരു നാളെ സ്വപ്നം കണ്ടുകൊണ്ട് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. ഞാൻ ഇതുവരെ പറഞ്ഞു വന്നത് കൊല്ലത്തിൻ്റെ മലയോര നാട്ടിൽ കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്തിൻ്റെ പരിധിയിൽ വരുന്ന സെന്തുരുണി വനമേഖലയിൽ സ്ഥിതി ചെയ്യുന്ന റോസ്മലയെക്കുറിച്ചാണ്. സായിപ്പിൻ്റെ ഭാര്യ റോസ്ലിനെ റോസ് എന്നാണ് വിളിച്ചിരുന്നത്. അങ്ങനെ റോസിൻ്റെ മല റോസ്മലയായി എന്ന് പറയപ്പെടുന്നു. റോസ്മല വ്യൂ പോയിന്റിന് മുകളിൽ നിന്ന് നോക്കിയാൽ റോസാപ്പൂവിൻ്റെ ഇതളുകൾ പോലെ മലകൾ കാണപ്പെടുന്നതിനാലും റോസ്മല എന്ന് പേര് വന്നതെന്നും പറയപ്പെടുന്നു. MM മണി വൈദ്യുതി മന്ത്രി ആയിരിക്കുകയാണ് ഇവിടെ വൈദ്യുതി എത്തിയത്. 100 കണക്കിന് കുടുംബങ്ങൾ താമസിക്കുന്ന ഈ പ്രദേശത്തൊരു സ്കൂൾ മാത്രമാണുള്ളത്. അതും അവിടെ ആദ്യ ഘട്ടങ്ങളിൽ 4ാം ക്ലാസ് വരെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് UPS ആയി ഉയർത്തുകയുണ്ടായി. 7ാം ക്ലാസ് വരെ പഠനമുണ്ടെങ്കിലും 14 കുട്ടികളും 9 അധ്യാപകരുമാണ് നിലവിലുള്ളത്. ആ ഏക വിദ്യാലയമാണ് റോസ്മല UP സ്കൂൾ. ആര്യങ്കാവിൽ നിന്നും വലത്തേക്ക് തിരിഞ്ഞ് 12.5 കിലോമീറ്ററാണ് റോസ്മലയ്ക്കുള്ളത്. പോകുന്ന വഴിയിൽ കണ്ണുകൾക്ക് കുളിർമ നൽകുന്ന നിരവധി കാഴ്ചകളും അരുവികളും ഒക്കെയുണ്ടെങ്കിലും അപകടം പതിയിരിക്കുന്ന വനപാത തന്നെയാണ് എന്നതിൽ സംശയമില്ല. റോസ്മല അത് വന്യമൃഗങ്ങളുടേതാണ്. അവരുടെ വനം അവർക്ക് തിരികെ നൽകേണ്ടത് തന്നെയാണ്. ഒപ്പം അവിടെ ജീവിക്കുന്ന മനുഷ്യരെ സംരക്ഷിക്കേണ്ടതുമാണ്. കഥകൾ അവസാനിക്കുന്നില്ല, കാഴ്ചകളും.